ഹലോ അസ്സാം വലൈക്കും. അങ്ങനെ ഗ്രീക്ക് മനുഷ്യനെയൊക്കെ കണ്ട് മീനുകളെയൊക്കെ കണ്ട് ആസ്വദിച്ച് വരുമ്പോഴാണ് ഈ ഒരു സംഭവം കാണുന്നത് കേട്ടോ. ഇതൊക്കെ നല്ല ഭംഗി. പിന്നെ ചുവന്ന മഞ്ചാടി വിതറിയ മാതിരി ഉണ്ട് ഇവിടെ കേട്ടോ. അപ്പുറത്ത് നോക്കുമ്പോൾ ഒരു ഓറഞ്ച് കളർ മഞ്ചാടി, പക്ഷേ ഇതൊക്കെ ഒരു കല്ല് കളർ കൊടുത്തിരിക്കുകയാണ് കേട്ടോ. ഇതൊക്കെ നല്ല എല്ലാവർക്കും ഇരിക്കാനുള്ളൊരു സെറ്റപ്പൊക്കെ ഈ ഒരു കുടയുടെ കീഴുണ്ട് കേട്ടോ. ചുറ്റിനും വെള്ളവും മീനും ഉണ്ട്. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അതൊക്കെ കണ്ട് അപ്പുറത്തേക്ക് പോയി നോക്കുമ്പോഴോ പലതരം മഞ്ചാടികൾ, അതായത് പലതരം കല്ല് കളർ കൊടുത്തിട്ടോ. ഒക്കെ നല്ല സൂപ്പറായിട്ടുണ്ട്. അതും കഴിഞ്ഞിട്ടാണ് നമ്മൾ മറ്റേ മീനിൻ്റെ അകത്ത് പോണത്. അതായത് ഒരു കടലിൻ്റെയൊക്കെ ഉള്ളിലേക്ക് പോയ ആ ഒരു ഫീലിങ്സ് കിട്ടിയിട്ടോ ഇതിൻ്റെ അകത്ത് കയറിയപ്പോൾ. അപ്പോൾ ഞങ്ങളിത് മറ്റേ കോഴിക്കോട് ഒരു സംഭവത്തിൽ കയറിയപ്പോൾ ഇങ്ങനെ കണ്ടിരുന്നു കേട്ടോ. അതുകൊണ്ട് വലിയ അത്ഭുതമൊന്നും തോന്നിയില്ല, എങ്കിലും നല്ല ഭംഗിയുണ്ട് കാണാൻ. അപ്പം ആ പെണ്ണ് അവിടെ കിടന്ന് കാട്ടിനടപ്പോഴേ ഞാൻ പറഞ്ഞു, പക്ഷേ ഞാനൊന്നും അങ്ങനെ ഒന്ന് കറങ്ങിട്ടിരുന്നു. പക്ഷേ കറങ്ങിയതുമില്ല, എടുത്തത് കൊളാവും ചെയ്തു, വീഡിയോ എടുത്തത്. സാരമില്ല, പോട്ടെ. അത് കഴിഞ്ഞിട്ട് മീൻ തലയുടെ മേലെയും കാലിൻ്റെ താഴെയെന്ന് പറയുന്ന പോലെയാണ് എല്ലായിടത്തും കൂടിയും ചുറ്റും മീനാണ് കേട്ടോ. ഈ ഒരു ആംബിയൻസ് നല്ല രസമുണ്ടല്ലേ, ഈ ഒരു ആംബിയർ കാണാൻ. ഒരു ആർച്ച് പോലെ. എന്തായാലും ശരി, സൂപ്പറാണ്. ഞാൻ വിചാരിച്ചു ഇത് കഴിഞ്ഞു എന്ന്. ഇല്ല, അതിൻ്റെ അപ്പുറത്ത് കുറച്ചുകൂടെ ഉണ്ട്. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഫുഡിൻ്റെയൊക്കെ ഒരു ഏരിയ തോന്നുന്നു. അപ്പോൾ ഓക്കെ, ടാറ്റ ബൈ ബൈ, സി യു. ഇതോടെ മീൻ ഫിനിഷ്.